ജ്യോതിപകം ജീവദായകം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള തിരുവചന വാഗ്ദാനം ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് അനുചിന്തന വിഷയമാക്കുകയാണല്ലോ ഈ ഒരു വചന പങ്കുവെക്കൽ പരമ്പരയിലൂടെ. അതിൻ്റെ 87ാമത്തെ സെഷനാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടൻ തൊടുകയില്ല, അത് നമുക്ക് എല്ലാവർക്കുമുള്ള ദൈവത്തിൻ്റെ വചനവാഗ്ദാനമാണ്. അതിൻ്റെ പല വശങ്ങൾ നമ്മൾ ഈ പരമ്പരയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും സെഷനുകൾ നമ്മൾ പഴയ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട വ്യക്താവായിരിക്കുന്ന ദാവീദിനെ ശ്രദ്ധിക്കുകയായിരുന്നു. ദാവീദിൻ്റെ നിരവധിയായ ഗുണവിശേഷങ്ങൾ, ആത്മീയ കരുത്തുകളെല്ലാം ശ്രദ്ധിച്ചു കൂട്ടത്തിൽ ദുഷ്ടന് ദാവീദിനെ തൊടാൻ പറ്റാത്ത അവസ്ഥയിലും ദുഷ്ടൻ തൊട്ടവരെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന അവസ്ഥയിലും ദാവീദ് എങ്ങനെ കരുത്തോടെ നീങ്ങി എന്ന് നമ്മൾ സാമാന്യ വിശദമായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ദാവീദിൻ്റെ ലൈഫിലേക്ക് ദുഷ്ടനൊന്ന് കയറി തൊടാൻ ഒരു ഉപദ്രവം ചെന്നിട വന്ന ഒരു സംഭവം നമ്മൾ ശ്രദ്ധിച്ചു. അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു. അപ്പോൾ നമ്മൾ ദുഷ്ടം തൊടുകയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോഴും ഇതുപോലെ നമുക്കിട്ടും തട്ട് കിട്ടുമോ തോണ്ട് കിട്ടുമോ നമ്മൾ മറിഞ്ഞു വീഴുമോ, അത് നമ്മൾ പരിഗണിക്കേണ്ടതാണല്ലോ. അങ്ങനെ ഒരു ആഴപ്പെട്ട വചന വിചിന്തനം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ അധിക ആത്മീയ നിറവോടുകൂടെ വർഷങ്ങൾ മുന്നോട്ട് വന്നിട്ട് കൊട്ടാരത്തിലെത്തി രാജകീയ അധികാരമായി, അതിൻ്റെ സുഖലോലുപതകളായി, ഉത്തരവാദിത്തങ്ങളായി, അധികാരത്തിൻ്റെ കരുത്തുകളായി, ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പം ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു അപജയം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണ്. ഈ അപജയം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും സാത്താനെതിരെ ജാഗ്രതയോടെ സ്വയം കാവലായിട്ട് നിൽക്കാനുള്ള ദാവീദിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു പോവുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ദാവീദിൻ്റെ വീഴ്ചയുടെ രംഗങ്ങൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 11ാമത്തെ അധ്യായത്തിൽ ബേത്ശബയുമായുള്ള ആ ഒരു സംഭവത്തെപ്പറ്റി നമ്മൾ അല്പം വിശദമായിട്ടൊന്ന് കണ്ടുവന്നത്. അത് മുഴുവനും നമുക്ക് കണ്ടും കേട്ടും വായിച്ചും പോകുമ്പം നമുക്ക് ദുഃഖമുളവാക്കുന്ന, വിഷമമുളവാക്കുന്ന, അവിശ്വസനീയമായ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നി. കാരണം എങ്ങനെ ഇതുപോലെ ആത്മീയ നിറവിൽ വന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ അധപതിക്കാൻ സാധിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വസന്തകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയം ആണെന്ന് എടുത്തു പറയുന്ന വചനം. എന്നിട്ടും മഹാരാജാവും ഭയങ്കര വീരപരാക്രമി യുദ്ധവീരനുമായ ദാവീദ് പക്ഷേ യുദ്ധത്തിന് പോകുന്നില്ല. ജോലി തിരക്കുകൊണ്ടാണോ, ഇനി വല്ല ശാരീരിക ആരോഗ്യ പ്രശ്നം കൊണ്ടാണോ, അതൊന്നുമല്ല. സായാഹ്നമായപ്പോൾ കിടക്കയിടുന്ന് എഴുന്നേറ്റു നമ്മൾ കണ്ടു. എന്നുവെച്ചാൽ ദിവസം മുഴുവനും അലസതയിൽ പോകുന്നു. ഇനി വൈകുന്നേരം എണീറ്റിട്ടോ തിരക്ക് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സദസ്സിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നു. അതല്ല, വെറുതെ മട്ടുപാവ് കയറി ഉലാത്താൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് പഴയ പോലെ അല്ല ഇപ്പം. അപ്പോഴാണ് സ്ത്രീ കുളിക്കുന്ന രംഗം കാണുന്നത്. അത് നോക്കി നിൽക്കുന്നു, അവരെ വിളിച്ചു വരുത്തുന്നു, ആരാന്നറിയുന്നു. ഭർത്താവ് വീട്ടിലില്ല, യുദ്ധത്തിന് പോയിരിക്കുകയാണ് ഒറിയ എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ പ്രാപിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് തിന്മയിലേക്ക് ഊർന്നൂർന്നങ്ങ് ഇറങ്ങുകയാണ്. ഇവിടെ ഒന്നും ദാവീദിനൊരു മനസാക്ഷിക്കേട് വരുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചു. വീണ്ടും അവൾ പ്രഗ്നൻ്റായി എന്ന് അറിയിച്ചു കഴിയുമ്പം അതിനെ മൂടി വെക്കാനുള്ള ശ്രമമാണ്. അതിന് വിദഗ്ധമായിട്ട് തൻ്റെ അധികാരം ഉപയോഗിച്ച് ഊറിയായെ ആ യുദ്ധസ്ഥലത്തുനിന്ന് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് വീട്ടിൽ പറഞ്ഞു സമ്മാനം കൊടുത്തുകൊണ്ട് ഫയറോട് പോയി ആയിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഊറിയ പക്ഷേ പോകാൻ പറ്റുന്നില്ല. 2ാമത്തെ ദിവസവും അദ്ദേഹം പോകാൻ മടിക്കുന്നു. അതിനുമായി സംസാരിക്കുമ്പം ഊറിയ ദാവീദിന് പറയുന്നുണ്ട്, എനിക്ക് പറ്റത്തില്ല, കാരണം കർത്താവിന് വാഗ്ദാന പേടകം വെളിം പ്രദേശത്ത് എൻ്റെ സുഹൃത്തുക്കളെല്ലാം പാളയമടിച്ച് കിടക്കുന്നു. വാഗ്ദാന പേടകം ശത്രുക്കളുടെ മുമ്പിലാണ്.
എങ്ങനെ അവിടെ ഞാൻ ചെന്ന് എനിക്ക് ഒരു യുദ്ധം ജയിപ്പിച്ച് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അപകടത്തിൽ കൂട്ടിക്കൊണ്ട് വരണം, അങ്ങാണ് എനിക്കിങ്ങനെ വീട്ടിൽ പോയി വിശ്രമിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം നമ്മൾ സൂചിപ്പിക്കുകയുണ്ട്. പരിശുദ്ധാത്മാ വ്യക്തമായിട്ട് ദാവീദ് പറയുകയാണ്, ഈ യുവാവായ ഊറിയയുടെ അധരങ്ങളിലൂടെ കണ്ടോ, അവൻ്റെ ചിട്ട കണ്ടോ, കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തോടുള്ള അവൻ്റെ ആദരവ് കണ്ടോ, രാജ്യത്തോടുള്ള അവൻ്റെ പ്രതിബദ്ധത കണ്ടോ, സഹോദരങ്ങളുള്ള അവൻ്റെ പരിഗണന കണ്ടോ, നീ എവിടെയാ, നിനക്കിത് വല്ലതുമുണ്ടോ, നീയല്ലേ മഹാരാജാവ്, നീ ഇത്രയും വലിയ യുദ്ധവീരനല്ലേ, കർത്താവിൻ്റെ വാഗ്ദാനം അവിടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ, എന്നിട്ട് നിന്റെ ചിന്തയോടെ നീ എന്തെടുത്തുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങൾ. ഇതെല്ലാമായിട്ട് ദാവീദിന് അവിടെ മനസാക്ഷി ഒരനക്കവും ഇല്ല, ഒരു ചരണവും ഇല്ല. മനസാക്ഷി ഇങ്ങനെ ഡള്ളാണ്, കെട്ടുപോയിരിക്കുകയാണ്. ദാവീദ് അപ്പം ചെയ്യുന്ന അവനെ കുടിപ്പിച്ച് മത്തനാക്കിയ രാത്രിയിൽ, എന്നിട്ട് വീട്ടിൽ പറഞ്ഞിട്ടാ നോക്കി നടക്കുന്നില്ല. എന്നിട്ടും ദാവീദിന് മനസ്സുമാറ്റമല്ല. പിറ്റേ ദിവസം ഈ ഉറിയായെ കൊല്ലിക്കാനുള്ള കൊലക്കുറിപ്പ് അവൻ്റെ കയ്യിൽ തന്നെ എഴുതി കൊടുത്ത് മുദ്രയും വെച്ചിട്ട് സൈന്യാധിപനായ യോവാബിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ്. അറുകൊലയ്ക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് കൊല്ലപ്പെട്ട വിവരം കേൾക്കാൻ വേണ്ടി. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇങ്ങനെ ഇതുപോലെ അവസ്ഥയിലേക്ക് ദാവീദിൻ്റെ ഉള്ളിൽ പോയി, ആ ജീവിതം പോയി? ഇതാ പഴയ ദാവീദാണ്? നമുക്ക് ആശ്ചര്യം തോന്നിപ്പോവുകയാണ്. മുന്നോട്ട് വരുമ്പോൾ അങ്ങനെ ഉറിയ കൊല്ലപ്പെട്ടു. ആ വിവരം അറിഞ്ഞു കഴിയുമ്പോൾ ഒരു കപട ദുഃഖവും വിലാപവും കപട വാക്കുകളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പെരുമാറ്റവും കൂടെ ഇങ്ങനെ പെരുമാറുന്ന ദാവീദ്, നമ്മളിത് ഇങ്ങനെ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞ സെഷനിൽ. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ സംഗ്രഹിച്ച് പറയുകയായിരുന്നു. പറയാൻ കാരണം ഈ അഴുക്കിലൂടെ പോകാൻ വേണ്ടിയല്ല, ദാവീദിൻ്റെ അഴുക്കെടുത്തത് നമുക്ക് ചകയാനും അല്ല, മറിച്ച് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഈ ഒരു സാധ്യതയുണ്ട്. ഏത് സാധ്യത? എന്തുമാത്രം നമ്മൾ ആത്മീയ നേട്ടത്തിലും ശുശ്രൂഷ കരുത്തിനും ഔന്നത്യത്തിനും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വളരെ ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് സംരക്ഷണമില്ലെന്നാവാം. ആ സംരക്ഷണം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൈവസ്വരം നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചു തരുന്ന മാർഗമാണ് മനസാക്ഷി. അതേപ്പറ്റി അല്പം പറയുകയുണ്ടായി. മനസാക്ഷിയിലാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ടത്. ഒരു കാറിൻ്റെ സൈഡുകളിൽ അല്ലെങ്കിൽ പുറകിൽ പിടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ വഴിയായിട്ട് അകത്തിരിക്കുന്ന ഡ്രൈവർക്ക് വാണിങ്ങുകൾ കിട്ടുന്നു, മുന്നറിയിപ്പുകൾ കിട്ടുന്നു. ആ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് അങ്ങേര് വണ്ടിയെടുത്താൽ അപകടമുണ്ടാവില്ല, കാറിന് പരിക്കേൽക്കില്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇതുപോലെ തന്നെയാണ് മനസാക്ഷിയുടെ വിവരം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മോറൽ തിയോളജിയിൽ അല്ലെ സ്പിരിച്വൽ തിയോളജിയിലും മനസാക്ഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യത്തിൻ്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മനസാക്ഷി എന്ന് പറയുന്നത് 3 തരത്തിൽ നമ്മിലുണ്ടാകാൻ സാധ്യത മോറൽ തിയോളജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ ഡെലിക്കേറ്റ് കോൺഷ്യൻസ്, മൃദു മനസാക്ഷി, ലോല മനസാക്ഷി എന്ന് പറയുന്ന ഒരു മനസാക്ഷിയുടെ അവസ്ഥയാണ് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ ഒരു കുഞ്ഞായിരിക്കുന്ന നമ്മുടെ ഉള്ളത്തിൽ ദൈവം തരുന്നൊരു മനസാക്ഷി. അത് രൂപവൽക്കരിക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ ഒറിജിനൽ ഫോമിൽ വളരെ മൃദുവായ മനസാക്ഷിയാണ്. കൊച്ചു കാര്യങ്ങൾ പോലും അവിടെ അനുഭവമാകും, അത് തിരിച്ചറിയും. നമ്മൾ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തോട്ട് നോക്കുമ്പം അല്പം എന്തെങ്കിലും പരിചയമില്ലാത്ത ഒരു മുഖം കണ്ട അപ്പോഴേ ആ കുഞ്ഞിൻ്റെ മുഖത്ത് ചിരിമായും. അല്പം പരിചയമുള്ള ഒരാളുടെ മുഖം കണ്ടാൽ അപ്പോഴും ചിരിക്കും. അല്പം വിശപ്പ് തോന്നിയാൽ കൊച്ചു കരയും, അല്പം വേദന തോന്നിയാൽ കൊച്ച് വാടും, കരയും. അത് വളരെ സെൻസിറ്റീവാണ് അതിൻ്റെ അനുഭവങ്ങളോട്. അത് അതേപടി പ്രകടിപ്പിക്കുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. അതാണ് ഈ മൃദു മനസാക്ഷിയുടെ അല്ലെ ലോല മനസാക്ഷിയുടെ ഒരു അവസ്ഥാവിശേഷം. എന്നാലും മുന്നോട്ട് ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ ഈ ലോല മനസാക്ഷി 2 തരത്തിലുള്ള അപജയങ്ങളുണ്ടാവാം. ഒന്ന്, ഈ ലോല മനസാക്ഷി കല്ലിച്ചു പോകാം, കഠിനമായിട്ട് പോവുക, ഹാർഡ് കോൺഷ്യൻസ് കല്ല് പോലെ അങ്ങനെ പോകുന്നു. അതല്ലെങ്കിൽ മറ്റൊരു അപകടം, അതിന് മറുവശത്തേക്ക് പോകുന്നതാണ് അയഞ്ഞ മനസാക്ഷി എന്ന് പറയും. ലാക്സ് കോൺഷ്യൻസ്, അയഞ്ഞ മനസാക്ഷി അവസ്ഥ വരുന്നു. ഇത് 2 അപകടമാണ്. ഹാർഡ് കോൺഷ്യൻസ് എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഏത് തിന്മയും പിന്നെയും ചെയ്യാൻ മനസാക്ഷിയെ ഇങ്ങനെ കല്ലിച്ച് കെടുത്തി ഇട്ടിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യും, ആര് പറഞ്ഞാലും ആര് ചോദിച്ചാലും എന്നതാണേലും തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനയാണേലും മനസ്സില്ല, ഞാൻ ഇനി ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയിൽ ഇങ്ങനെ മനസാക്ഷിയെ ചവിട്ടി മെതിച്ച് അങ്ങ് പെരുമാറി പോകുന്ന ഒരു കല്ലിച്ച അവസ്ഥയാണ് കഠിന ഹൃദയം.
അയഞ്ഞ മനസാക്ഷി എന്ന് പറയുന്നത് ഇതേ രീതി തന്നെ അപകടമാണ്. പക്ഷെ വേറെ രീതിയിലാണ്. എന്നതാണേലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാം, അങ്ങനെ പോകണേ അങ്ങനെ പോകാം, ഏതായാലും എല്ലാം കണക്കാം, ഒരു കുഴപ്പമില്ല, അങ്ങനെയും കുഴപ്പമില്ല, ഇങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ പറയെടുക്കുന്ന ഒരു രീതി. ഏത് തിന്മയ്ക്ക് അവർ പോവുകയും ചെയ്യും, ഒന്നിനെക്കുറിച്ച് അസ്വസ്ഥതയില്ല, ആരുടെ കൂടെയും കൂടുകയും ചെയ്യും, ഒന്നുമില്ലാത്തത് നടക്കുകയും ചെയ്യും. ഇത് അയഞ്ഞ മനസാക്ഷി അവസ്ഥയാണ്. ഈ കല്ലിച്ച മനസാക്ഷിയും അയഞ്ഞ മനസാക്ഷിയും ഒരുപോലെ അപകടമാണ്. മോറൽ തിയോളജി പറയും, വിശുദ്ധരെ സൃഷ്ടിക്കുന്നത് ലോല മനസാക്ഷിയാണ്. ഡെലിക്കേറ്റ് കോൺഷ്യൻസ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മനസാക്ഷി. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിൽ നമ്മുടെ കണ്ണുകളുടെ ഉള്ളിൽ കോശങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് കണ്ണിൻ്റെ സംരക്ഷണത്തിനായിട്ട് കൺപോളയുടെ അരികത്ത് നൽകപ്പെട്ടിരിക്കുന്ന കൺപീലി, അതൊരു പീലി പൊഴിഞ്ഞിട്ട് അകത്തോട്ട് വീണാൽ കണ്ണിനകത്തെ കോശങ്ങൾ അത് കൃത്യമായിട്ട് സെൻസ് ചെയ്തിട്ട് ആ കോശങ്ങൾ പറയും, ഇതിവിടെ പാടില്ല, ഇതിവിടെ കിടക്കേണ്ടതല്ല, ഈ കൺപീലി ഇവിടെ കിടക്കേണ്ടതല്ല, ഇത് പുറത്ത് പോകണം. കൺപീലി എന്നൊരു ചെറിയൊരു കരട് കണ്ണിനകത്ത് വീണാൽ പോലും ആ കോശങ്ങൾ സഹിക്കുകയില്ല. കോശങ്ങൾ പറയും, ഇതിനകത്ത് ഇത് വേണ്ട, ഈ കൺപോളയ്ക്കകത്ത് ഇത് വേണ്ട, ഇത് പോകണം. അത് പോകാനായിട്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കി അതിനെ ഒഴുക്കി പുറത്തേക്ക് കളയാനായിട്ട് കണ്ണുനീർ പ്രവാഹം ആരംഭിക്കും. നമ്മൾ തന്നെ ചെന്ന് ആ ഇറിറ്റേഷൻകാരനെ കൈകൊണ്ട് തൂക്കാൻ നോക്കും, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകാൻ നോക്കും. എങ്ങനെയെങ്കിലും ആ കരട് പോകുന്നരം വരെയും കണ്ണിനകത്തെ കോശങ്ങൾ നമുക്ക് ഇരിക്കുമ്പോൾ തരികയില്ല, സ്വസ്ഥത തരികയില്ല. ഇതാണ് ലോലമായിട്ടുള്ള കോശങ്ങളുടെ ഒരു മുന്നറിയിപ്പ് തരുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന രീതി. അതേസമയം നമുക്കറിയാം, ഈ കോശങ്ങൾ തന്നെ ഇപ്പം നമ്മൾ കൈ കൊണ്ട് അധ്വാനിക്കുകയാണ്, തൂമ്പ എടുത്ത് കിളയ്ക്കുന്ന ഒരു ദിവസം, ആദ്യമായിട്ട് കിളയ്ക്കും ഒരു മനുഷ്യൻ, നന്നായിട്ട് കിളച്ച് മെറ്റും ചെത്തിയോ എല്ലാം ചെയ്തു 1-2 മണിക്കൂർ കളിച്ച് കഴിയുമ്പോഴത്തേക്കും കൈവെള്ളയ്ക്കകത്തൊക്കെ ഇങ്ങനെ കോശങ്ങളൊക്കെ ചുമന്ന് പയ്യെ അല്പം തടിച്ച് അതിനെ കൊമളിച്ച്, പിന്നെ നമ്മളതുകൊണ്ട് പണിത് കഴിഞ്ഞാൽ അത് പൊട്ടി അങ്ങനെയാകും. അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൈക്കകത്തൊക്കെ ഇങ്ങനെ കൊമളിച്ച് പൊട്ടിയിരിക്കും. പക്ഷെ അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും അടുത്ത ദിവസം വീണ്ടും അങ്ങനെ തന്നെ പണിത് മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ ആ കൊമളിച്ച് പൊട്ടിയ ഭാഗത്ത് വീണ്ടും ഇങ്ങനെ ചതവേക്കുന്നു, അവിടെ കോശങ്ങൾ വീണ്ടും കേടുവരുന്നു. അങ്ങനെ പല ദിവസങ്ങൾ ഇങ്ങനെ പണിയായിട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കൈക്കകത്ത് ഇങ്ങനെ ഈ കേടുവന്ന കോശങ്ങൾ ജീവനില്ലാത്തതായിട്ട് മാറി ചത്തതായിട്ട് മാറിയിട്ട് അതിങ്ങനെ അവിടെ അട്ടിയായിട്ട് കൈക്കകത്തിരിക്കാൻ തുടങ്ങും. നമ്മളതിന് പറയുന്ന പേരാണ് തഴമ്പ് പിടിക്കുന്നു. നമ്മുടെ കാലിനടിയിലൊക്കെ ഇത് തന്നെ സംഭവം നടക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാൽപാദം എത്ര മൃദുവാണ്, ആ കാൽപാദത്തിനടിയിലെ കോശങ്ങളൊക്കെ എന്തോ ഒരു മൃദുവായ കോശമാണ്. പക്ഷേ നടക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം നിലത്തിങ്ങനെ പതിഞ്ഞ് ആ ഉപ്പൂറ്റിൻ്റെ അടിയിലെ കാലിനടിയിലെ കോശങ്ങൾ ഇപ്പം ചതഞ്ഞ് അതിങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട് കല്ലിച്ച് തഴമ്പായിട്ട് മാറുന്നു. അപ്പോൾ ഈ തഴമ്പ് പിടിച്ചത് ഇരിക്കുന്നതും കോശങ്ങൾ തന്നെയാണ്, പക്ഷെ ചത്ത കോശങ്ങളാണ്, കല്ലിച്ച കോശങ്ങളാണ്. അത് നമ്മൾ എത്ര ഞെക്കിയാലും വേദനയില്ല. അതിങ്ങനെ ബ്ലേഡ് പിടിച്ചിട്ട് ചെത്തി മാറ്റിയാൽ പോലും അവിടെ ചോരയും പനച്ചു വരികയല്ല, വേദന ഉണ്ടാവുകയില്ല, ചത്ത കോശങ്ങളാണ്. ഇതുപോലെ തന്നെ മനസാക്ഷിയുടെ കാര്യവും. നമ്മൾ മനസാക്ഷിയിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് നല്ല ലോല മനസാക്ഷിയുടെ ഉള്ളാണ് നമ്മൾ തന്നിരിക്കുന്നത്. പക്ഷെ ആ മനസാക്ഷിയുടെ ലോലാവസ്ഥ വെച്ചുകൊണ്ട് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും തിന്മയിൽ ഇങ്ങനെ ഏർപ്പെട്ടു പോയാൽ മനസാക്ഷിയുടെ കോശങ്ങൾ ഇങ്ങനെ കൈവെള്ളിലെ കോശങ്ങൾ ഇങ്ങനെ കൊമളിച്ച് പൊട്ടി ചത്ത് കല്ലിച്ച് ആകുന്ന പോലെ മനസാക്ഷിയുടെ കോശങ്ങളും ഇങ്ങനെ ചത്ത് കേടുവന്ന് കല്ലിച്ച് അതങ്ങനെ ഒരു ആവരണമായിട്ട് മാറും. അങ്ങനെയുള്ളിടത്ത് പിന്നെ നമുക്ക് സെൻസേഷൻ ഇല്ലെന്നാകും. ബ്ലേഡ് കൊണ്ട് ചെത്തിയാലും ചോരയും വരിയാലോ വേദനിക്കില്ലെന്ന് പറഞ്ഞ പോലെ മനസാക്ഷി എത്ര ഭീകരമായ തിന്മയുടെ പ്രവൃത്തിയോ വാക്കോ ഒക്കെ ഉണ്ടായാലും നമുക്കൊരു വേദനയില്ല, നൊമ്പരം അനുഭവപ്പെടുന്നില്ല. അതാണ് ഈ കല്ലിച്ച മനസാക്ഷിയുടെ അപകടാവസ്ഥ. അതിൻ്റെ മനസാക്ഷിയുടെ മറുവശം വിചാരിച്ചോണ്ടാൽ മതി. ഇത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളിൽ പോയാൽ നമുക്കത് വലിയ അപകടം. ഞാൻ പറഞ്ഞല്ലോ, കാറിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ പുറവശത്തെ സെൻസറുകളുടെ മുകളിൽ എന്തെങ്കിലും ഇങ്ങനെ ചെടി പിടിച്ച് ഉണങ്ങിയിരുന്നു, മണ്ണ് ഒട്ടിപ്പിടിച്ചിരുന്നു, അതിനുമുകളിൽ പിന്നെ മണ്ണ് പറ്റി ഒട്ടിപ്പിടിച്ചിരുന്നു, കട്ടിയായിട്ട് അടഞ്ഞിരുന്നു, പിന്നെ സെൻസർ വർക്ക് ചെയ്യുകയല്ല, മുന്നറിയിപ്പ് കിട്ടുകയല്ല. അപ്പം ഞാൻ തെളിച്ച് പറയാൻ കാര്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കൃത്യമായിട്ട് ലോല മനസാക്ഷിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെതല്ലാത്ത വഴിയിൽ നിന്ന് എവിടെയെങ്കിലും നമുക്ക് ഒരു അപകട സാധ്യത പൊങ്ങി വരുമ്പോൾ അപ്പോഴെ തിരിച്ചറിയാനും നൊമ്പരമെടുക്കാനും ഞടുക്കമെടുക്കാനും നോ പറഞ്ഞ് ഡ്രൈവർ വണ്ടി അവിടെ നിർത്തുക, പുറത്ത് എടുക്കുകയല്ല, എടുത്താൽ തട്ടും,
അങ്ങനെ നിർത്താൻ ഡ്രൈവർക്ക് സാധിക്കുന്ന വാണിംഗ് കിട്ടിയത് കൊണ്ടാണ്. മനസാക്ഷി ലോലമാണെങ്കിലോ മനസാക്ഷി വാണിംഗ് കിട്ടുള്ളൂ. ആ വാണിങ്ങിനെ അനുസരിക്കാൻ തയ്യാറാകണം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇത്ര ഇത് വിശദീകരിക്കുന്നത് ദാവീദിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കുക. ഞാൻ ഇച്ചിരി ദാവീദിൻ്റെ വീഴ്ച രംഗങ്ങൾ നമ്മൾ വായിച്ച് കേട്ടു. ഇത് നമ്മളൊന്ന് പെട്ടെന്നൊന്ന് റീക്യാപ്പുലേറ്റ് ചെയ്ത് പറയുകയുണ്ടായി. അവിടെ നമ്മൾ കാണുന്നത് ദാവീദ് ഇങ്ങനെ ഈ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ പോയിട്ട് ഒരിടത്ത് വെച്ച് ദാവീദിന് ഒരു അനക്കവും ഇല്ല, ഒരു മനസാക്ഷിയിൽ നൊമ്പരമില്ല, ഒരു വേദനയില്ല, അസ്വസ്ഥതയില്ല. അറിഞ്ഞുകൊണ്ട് പിന്നെയും പാപത്തിൻ്റെ കുഴിലേക്ക് ഇറങ്ങി പല പല മേഖലകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വ്യഭിചാരവും കൊലപാതകവും മൂടിവെക്കലും കള്ളത്തറ് എല്ലാമായിട്ട്. അതിൻ്റെ അർത്ഥം ഇതുപോലെ വിശുദ്ധനായിരുന്ന ദാവീദ് കൊട്ടാരത്തിലെത്തി, അധികാരത്തിലേക്ക് വന്നു, സുഖലോലുപതകളായി, ഭാര്യമാരെ ഒരുപാട് ഉപധാരികളെല്ലാം സ്വന്തമായിട്ട് സ്വീകരിച്ചു. അവരുടെ കൂടെ അധികാര പ്രമത്ത അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യം കണ്ടതായ സ്തുതിപ്പ്, കിന്നരവായന, ദൈവസാന്നിധ്യ അനുഭവം, കർത്താവിൻ്റെ വാഗ്ദാനപ്പെടുത്തലും വരെ എല്ലാം സ്തുതിച്ച് ആരാധിക്കുന്ന അവസ്ഥ, ഇതെല്ലാം അങ്ങ് നിന്ന് പോയിട്ടുണ്ടാവും. ഇതെല്ലാം അവസാനിച്ച് പോയിട്ടുണ്ട്. അതല്ല ഇങ്ങനെ സംഭവിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു മരവിച്ച അവസ്ഥയിലാണ് സാത്താൻ്റെ കടന്നു കയറ്റം. ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുന്നതിൻ്റെ അപകടം ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ പുറകോട്ടെടുക്കുന്ന വണ്ടി, സെൻസറൊന്നും ഇല്ലാത്ത വണ്ടി പോയി തട്ടിക്കഴിഞ്ഞ് ചളുങ്ങി പൊട്ടിക്കഴിഞ്ഞ് കുടിക്കാൻ ചാടിക്കഴിഞ്ഞ് ഡ്രൈവർ അറിയുന്നുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. അപ്പം നമ്മളിത് ദുഷ്ടം തൊടുകയില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സാക്ഷി എത്ര ഗൗരവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ള നല്ലൊരു വചന രംഗം പാഠമായിട്ട് നമുക്കിത് അതിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും, അച്ഛാ കുറേയെല്ലാം നമ്മുടെ മനസ്സാക്ഷി ഇങ്ങനെ അയഞ്ഞുമെല്ലാം പോയിട്ടില്ലേ, കുറേയെല്ലാം കല്ലിച്ചു പോയിട്ടില്ലേ. കുഞ്ഞുങ്ങളായിരിക്കുമ്പം നമുക്ക് മനസ്സാക്ഷി ലോലമായിട്ട് കിട്ടുന്നു. പക്ഷെ അത് പിന്നെ എങ്ങനെ കലിച്ചു പോകുന്നത്? പലപ്പോഴും കുടുംബങ്ങളിലൊക്കെ മുതിർന്നവർ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സാക്ഷിയെ തകർത്ത് കളയുന്നത്. നിസ്സാര കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളിങ്ങനെ നേരെ പോ എന്ന് ചിന്തിച്ച് പോകുന്നിടത്ത് ചിലപ്പോൾ കാരണവന്മാർ തന്നെ തമാശ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനമൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പുറകെ കൊണ്ട് കൈ പിടിച്ചിട്ട് കണ്ടില്ല, പിന്നെ മറ്റേ കൈ ഇത് കണ്ടില്ല, ഈ കൈ മാറ്റി പിടിച്ചു, എന്നിട്ട് പറയും കാക്ക കൊണ്ടുപോയി, പൂച്ച കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കതൊന്നും ആദ്യം തിരിയല്ല. പൂച്ച വന്നില്ലല്ലോ, കാക്ക വന്നില്ലല്ലോ, പിന്നെ എവിടെയാ? ഇച്ചിരി കഴിയുമ്പം പറയും എടുത്തോണ്ട് വരും, കണ്ടോ അയ്യോ പറ്റിച്ചു, അപ്പം എന്നെ പറ്റിച്ചു. അപ്പോൾ പപ്പ നുണ പറഞ്ഞു. അപ്പോൾ നുണ പറയാം, ഇങ്ങനെ നുണ പറയാം, ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കാം, ഉള്ളതില്ലെന്ന് ഭാവിക്കാം. ഉണ്ടോ? അത് പാടില്ല എന്നാണ് സർവ്വ പഠിപ്പിക്കുന്ന. അതേ എന്നുള്ളപ്പോൾ അതേ, അല്ല എന്നുള്ളപ്പോൾ അല്ല. അതിനപ്പുറമുള്ള ദുഷ്ടനെന്ന് വരുന്നു. ഇതാണ് കുഞ്ഞുങ്ങൾ ദൈവം ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നതായ മനസ്സാക്ഷിയുടെ അവസ്ഥ. അതുപോലെ ലോലമാണ്. പക്ഷേ നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ പല കെട്ട വ്യർത്ഥ തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യർത്ഥമായ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ട ഒരു ദിശ പഠിപ്പിക്കുകയും ചേർത്ത് വായിക്കുകയും ചെയ്യണം. വ്യർത്ഥ വാക്കും വ്യർത്ഥമായ തമാശകളും ഒക്കെ ദൈവത്തിന് പിന്നെ കണക്ക് കൊടുക്കേണ്ടതാണ്. ഒരു കാര്യവും കഴമ്പുമില്ലാത്ത തമാശകളും കാര്യങ്ങളും കളികളുമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരെ കളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തോണ പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോഴേക്കും ആ കുഞ്ഞുങ്ങളുടെ മനസ്സാക്ഷിക്ക് നമ്മൾ ആഘാതം ഏൽപ്പിക്കുകയാണ്. അത് വെച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാം പേരൻസാണ്, പപ്പായും അമ്മയൊക്കെയാണ്, ചേട്ടായി ചേച്ചിയൊക്കെയാണ്. അവർ കാണിക്കുന്നത് നോക്കിക്കൊണ്ട് ഇവരും ഇങ്ങനെ പയ്യെ മനസ്സാക്ഷിയുടെ ഈ നൊമ്പരത്തെ വാണിങ്ങനെ അവഗണിച്ചുകൊണ്ട് ഇവരും പോകാൻ തുടങ്ങുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്കും ഏത് അവസരത്തിൽ നുണ പറയാനും ഒന്നും അറിയാത്ത പോലെ മുഖം ഇങ്ങനെ മിണ്ടാതെ ഒരു ഭാവമില്ലാതാക്കി മനസാക്ഷിയുടെ നൊമ്പരപ്പെടുത്തുന്ന പ്രതികരണത്തെ മുഴുവനും ചവിട്ടി തൂത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മരവിച്ച പോലെ നിൽക്കാനും ഒക്കെ ശേഷിയിൽ ഈ കുഞ്ഞുങ്ങൾ വരികയാണ്. അങ്ങനെ പോകുന്ന പോകച്ചയാണ് പിന്നീട് വരുമ്പം ഏത് കെട്ട പാവത്തിലേക്ക് ഇറങ്ങാനും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് ആരോടും മിണ്ടാതെയും ഒളിച്ചു വെച്ച് മറിച്ച് പോലെ കിടവരുത്തി അപകടങ്ങൾ കൊണ്ട് ചാടിക്കുക. അപ്പം ഇതിനകത്ത് എന്താ ഒരു പ്രതിവിധി? നമുക്ക് ഈ ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പം തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെയും മനസാക്ഷിയിൽ കുറേ കല്ലിച്ച അവസ്ഥ, അധപതിച്ച അവസ്ഥ, അല്ലെങ്കിൽ അയഞ്ഞു പോയ അവസ്ഥ വന്നിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഇത്ര വർഷം നമ്മൾ ജീവിച്ചതിനിടയിൽ അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റും? നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇതുപോലെ കാതോർത്തും ആത്മീയ ചിന്തകളെടുത്തും വിശുദ്ധ വ്യക്തികളുടെ അനുഭവങ്ങൾ, ഇപ്പോൾ ദാവീദ് നമ്മൾ കാണുകയാണ്. ദാവീദ് വലിയ വിശുദ്ധനാണ്, നമ്മൾ ഓർമ്മിക്കണം. ഇത്ര വീഴ്ചയെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാൽ അദ്ദേഹം എളിമയോട് അനുദപിച്ച് തമരമകർ കയറി വന്നു. ഈശോ അറിയപ്പെടുന്നത് ദാവീദിൻ്റെ പുത്രൻ എന്നാണ്.
അതുപോലെ അദ്ദേഹം ബലഹീനത വീഴ്ചയെല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് തന്നെ നീങ്ങി. അത് നമ്മൾ മറക്കരുത്. ഇങ്ങനെയുള്ള വലിയ വ്യക്തികളുടെ ജീവിതങ്ങളിലെ വീഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു പാഠമാകണം. നമുക്ക് മുന്നേ പോയ വ്യക്തികൾ വീണ ഒരു കുഴി നമ്മൾ കണ്ടാൽ നമുക്ക് പോയി വീഴാതെ കടന്നു പോകാനുള്ള ഒരു പാഠമാകണം, നമ്മൾ പറയാറില്ലേ. അപ്പം അങ്ങനെ പഠിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? തെറ്റാണ് എന്ന് നമുക്കിങ്ങനെ വ്യക്തികളുടെ ജീവിതങ്ങൾ വഴിയോ വചന വിചിന്തനങ്ങൾ വഴിയോ നമ്മുടെ തന്നെ വ്യക്തിപരമായ വചന പാരായണവും ധ്യാനവും വഴി നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്ന ഏതൊരു കാര്യവും തെറ്റാണ് എന്ന് അംഗീകരിക്കുക. അപ്പം തന്നെ അംഗീകരിക്കുക, തെറ്റാണ്, ഇത് അരുത്, ഇത് പാടില്ല, ഞാൻ ഇങ്ങനെയല്ല നീങ്ങേണ്ടത്. അത് നമ്മോട് തന്നെ അംഗീകരിക്കുക, ദൈവത്തിന് പിന്നെ ഏറ്റുപറയുക. അതിന് വിരുദ്ധമായി പോയതൊക്കെ അപ്പോഴേ തന്നെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. കുമ്പസാരത്തെ കുമ്പസാരത്തിൽ പറയാനും തയ്യാറാവുക. ഈ ഒരു ജാഗ്രത ഇപ്പം കിട്ടിയ വ്യക്തതയിൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് എടുക്കുക. മുന്നോട്ട് ഏത് അവസരം പുത്തനായിട്ട് വരുമ്പോഴും ഏതെങ്കിലും കാര്യം തെറ്റിപ്പോയി വീണ്ടും കഠിന മനസ്സാക്ഷി വെച്ചോ അയഞ്ഞ മനസ്സാക്ഷി വെച്ച് അപകടം കാണിച്ചു എന്ന് ഈ വചന വ്യക്തി തിരിച്ചറിവ് കിട്ടുന്ന അപ്പോഴേ നമ്മളൊരു സ്റ്റോപ്പ് എടുത്തിട്ട് ദൈവമേ ക്ഷമിക്കണേ, തെറ്റിപ്പോയി. ദാവീദ് അങ്ങനെ പറയാൻ എപ്പോഴും മനസ്സുള്ള ആളായിരുന്നു, മനസ്സുള്ള ആളാണ്. നമ്മളത് പിന്നെയും മുന്നോട്ട് വരുമ്പോൾ കാണും. അങ്ങനെ ഒരു ചിട്ട നമ്മൾ എടുക്കാമെങ്കിൽ, എളിമയുടെ തിരുത്തലിൻ്റെ ശൈലി എടുക്കാമെങ്കിൽ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ നാളുകൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മുടെ ഉള്ളിൽ ഒരു ലോല മനസ്സാക്ഷി തെളിഞ്ഞു വരുന്നു, രൂപപ്പെട്ടു വരുന്നു. കുഞ്ഞു കുഞ്ഞ് തെറ്റുകൾ പോലും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നു. ഈ ഒരു അവസ്ഥയിൽ വളരുമ്പോഴാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ വളരെ മനോഹരമായ അവിശ്വസനീയമായ ഒരു വചന വെളിപ്പെടുത്തൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട്, എന്നുവെച്ചാൽ അവന് ദൈവചൈതന്യം ഉള്ളത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും, രൂപാന്തരപ്പെട്ട് വളരാൻ സാധിക്കും എന്നിവിടെ വചനം പറയുകയാണ്. ഇത് നമ്മൾ നല്ലപോലെ വിടർന്ന കണ്ണുകളോടെ വലിയ ആഗ്രഹം തന്നെ ഹൃദയത്തോടെ ശ്രദ്ധിക്കണം. പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥ നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അത് നമ്മുടെ അവസ്ഥ. കാറിൻ്റെ ഉദാഹരണം പറഞ്ഞ് ഒന്നുകൂടെ ഓർക്കുക. സെൻസറുകളെല്ലാം ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാറ് അങ്ങനെ സൂക്ഷിച്ചിരിക്കുക ഡ്രൈവർ. ആ സെൻസറിൻ്റെ ചേരിയ ഓരോ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാൻ ഡ്രൈവർ ജാഗ്രതയിലുമാണ്. അങ്ങനെയാണ് ഡ്രൈവർ വണ്ടി കൊണ്ടു നടക്കുന്നത്, വണ്ടി ഓടിക്കുന്നതെങ്കിൽ വണ്ടി എങ്ങോട്ടെടുത്താലും എന്തെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴേ മുന്നറിയിപ്പ് കിട്ടും. അപ്പോഴേ ഡ്രൈവർ അവിടെ ബ്രേക്ക് ചവിട്ടും, അല്ല സ്ലോ ആക്കും, സ്റ്റിയറിംഗ് തിരിക്കും. ആ വണ്ടി ഒരിക്കലും പോയി തട്ടി മുട്ടി പോയി വരികയല്ല. ഇങ്ങനെ ആകാൻ പറ്റും നമുക്ക്. ഹല്ലേലൂയ. ദുഷ്ടൻ അവനെ തൊടുകയില്ലാത്ത അവസ്ഥയിലേക്ക് വരാനായിട്ട് ഈ ഒരു മനസ്സാക്ഷി രൂപീകരണം പ്രധാനപ്പെട്ട നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.